വർഗമൂലം കാണുന്ന വിധം. ഹൗ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 87,616. 87,616ൻ്റെ വർഗ്ഗമൂലം കാണുന്ന വിധം. 87,616. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലത്തുനിന്ന് ഇടത്തോട്ട് രണ്ടക്കം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പോൾ 6, 1 ഇതൊരു ഗ്രൂപ്പ്, 6, 7 ഒരു ഗ്രൂപ്പ്. അപ്പോൾ രണ്ടക്കം രണ്ടക്കായി. അവശേഷിക്കുന്ന ഒരക്കാണ്, അത് ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുക. ഇനി നമുക്കൊരു പട്ടിക ആവശ്യമുണ്ട്. 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81. ഈ പട്ടികയിൽ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് 8 ആണ്. ഈ 8 ഈ സ്ഥാനം, ഇത് 8ൻ്റെ സ്ഥാനം ഇവിടെ എവിടെയാണ് നോക്കുക. ഇപ്പോൾ ഇവിടെ 4, ഇവിടെ 9. ഈ 4ൻ്റെയും 9ൻ്റെയും ഇടയ്ക്കാണ് 8ൻ്റെ സ്ഥാനം. അപ്പോൾ ഈ 4, 9 ഇതിലത്തെ ചെറിയ സംഖ്യ എടുക്കുക. 4 ആണ്. 8 എന്ന് പറയുമ്പോൾ 4ൻ്റെയും 9ൻ്റെയും ഇടയ്ക്കാണ്. അതിലത്തെ ചെറിയ സംഖ്യ എടുക്കുക. 4. ഈ 4ൻ്റെ ഇടതുവശത്തുള്ള ഏതൊക്കെ ഗുണിക്കുമ്പോൾ 4 കിട്ടുക. 2 × 2 ആണ് 4. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇടുക, ഇവിടെയും 2 ഇടുക. 2 × 2 4 എന്നിടുക. 8ന്ന് 4 കുറച്ചാൽ 4 എന്നിടുക. അടുത്ത ഗ്രൂപ്പ് ഒന്നിച്ചിറക്കിയിടുക 76. എന്നിട്ട് ഈ 2ൻ്റെ ഇരട്ടി ഇവിടെ ഇടുക. 2ൻ്റെ ഇരട്ടി 4. ഇവിടെ കുറച്ച് സ്ഥലം വേണം നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 4 എന്നിട്ടിട്ട് 4ൻ്റെ കൂടെ ഓരോ എണ്ണസംഖ്യകൾ ഇടുക. 4ൻ്റെ കൂടെ 1 ഇട്ടാൽ 41, അതിനെ 1 കൊണ്ട് ഗുണിക്കുക. 4ൻ്റെ കൂടെ 2 ഇട്ടാൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 4ൻ്റെ കൂടെ 3 ഇട്ടാൽ 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചിട്ട് 476 അല്ലെങ്കിൽ 476ൻ്റെ തൊട്ടടുത്തോ വരണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഗുണിക്കുമ്പോൾ 3 × 43 129 വരുന്നുള്ളൂ. 476 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് 48 ഇട്ട് നോക്കുക. 48 × 8 8 64, ബാക്കി 6, 4 32, 6 38. ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ഇനി 49 × 9 നോക്കുക. 9 × 9 81, ശിഷ്ടം 8. 9 × 4 36, 8 44. അപ്പോൾ ഇത് 9 ആണ്. പരമാവധി 9 വരെ ഒരക്കേ എഴുതാൻ പാടുള്ളൂ. 10ലേക്ക് കടക്കരുത്. അപ്പോൾ 9 എന്നാണ്. അപ്പോൾ ഇവിടെ 9 ഇടുക. നമ്മൾ ഇവിടെയും ആ 9 ഇടുക. എന്നിട്ട് 9 കൊണ്ട് 49നെ ഗുണിക്കുകയാണ്. അപ്പോൾ 441 കിട്ടും. ഇവിടെ 441 എന്ന് എഴുതുക. കുറയ്ക്കുക. 6 നിന്ന് കുറച്ചാൽ 5, 7 4 കുറച്ചാൽ 3. പിന്നെ അവിടെ ഒന്നുമില്ല, 0ആണ്. 35 എന്ന് കിട്ടി. ഇനി അവസാനത്തെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പും കൂടി അതിങ്ങോട്ട് ഇറക്കിയിടുക. അടുത്ത ഗ്രൂപ്പ് 16 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3516 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള 29ൻ്റെ ഇരട്ടി ഇടുക. 29ൻ്റെ ഇരട്ടി 58 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 29ൻ്റെ ഇരട്ടി എടുക്കുക. 29ൻ്റെ ഇരട്ടി 58 ആണ്. അത് ഇവിടെ ഇടുക. ഇവിടെ കുറച്ച് സ്ഥലം വിടണം. ഇവിടെ 58 എന്ന് ഇടുക. ഇവിടെ കുറച്ച് സ്ഥലം വിടണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അവസാനം വരെ എത്തി. അവസാനത്തെ ഗ്രൂപ്പായി. ഇനി നമുക്ക് ഈ പട്ടികയാണ് ആവശ്യമുള്ളത്. ഈ പട്ടികയിൽ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ചോദ്യം, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇവിടെ 6 ആണ്. അപ്പോൾ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, വർഗ്ഗമൂലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. വർഗ്ഗമൂലം പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യൂബ് റൂട്ട് അല്ല സ്ക്വയർ റൂട്ട്, ഇതിൻ്റെ റൂട്ട് കിട്ടുമല്ലോ, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പോൾ നമുക്ക് ഇതിൽ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എടുക്കുക. സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തക്കം 6 ആണ്. ഇവിടെ 6 ആണ്. 6 വരുമ്പോൾ ഈ പട്ടികയിൽ 6 എവിടെ നോക്കുക. 6 വരുമ്പോൾ നമുക്ക് 4 6 ആയിരിക്കും. 6 വരുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. 4 6 വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 58 എന്ന് എഴുതുക. 58 എന്നിട്ടിട്ട് അവസാനത്തെ അക്കം 6 ആണ്. 6 വരുമ്പോൾ 4 6 ആണല്ലോ. ആദ്യം 4 എടുക്കുക. ആ 4 58ൻ്റെ കൂടെ ഇടുക. 584. അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4 4 16, ശിഷ്ടം 1. 4 8 32, 33, ശിഷ്ടം 3. 4 5 20, 3 23. അപ്പോൾ ഇത് കിട്ടിയോ നോക്കുക. കിട്ടിയിട്ടില്ല. അപ്പോൾ 4 അല്ല എന്ന് മനസ്സിലായി. വീണ്ടും നമ്മൾ ഈ 58 എഴുതുക. ഈ 58 എഴുതുക. 58 ഇൻറ്റു അടുത്ത ഓപ്ഷൻ, അതായത് 6 വരുമ്പോൾ 4 6 വരാം. അപ്പോൾ ഇനി 6 ഇട്ട് നോക്കുക. 58 എന്നുള്ളതിൻ്റെ കൂടെ 58 ഇൻറ്റു അല്ല 58ൻ്റെ കൂടെ ഇവിടെ 58ൻ്റെ കൂടെ 4 ഇട്ടു. അതുപോലെ 58ൻ്റെ കൂടെ 6 ഇട്ടിട്ട് ഇൻറ്റു 6, 586 ഇൻറ്റു 6 കുടിച്ച് നോക്കുക. 6 36, ശിഷ്ടം 3. 6 8 48, 3 51, ശിഷ്ടം 5. 6 5 35, 35 3516. അപ്പോൾ 3516 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇട്ട് ഗുണിക്കുമ്പോഴാണ് കിട്ടിയത്? 6 കൊണ്ട്. അപ്പോൾ 6 ഇവിടെ ഇടുക. ഇവിടെയും 6 ഇടുക. എന്നിട്ട് ഈ 6 കൊണ്ട് 586നെ ഗുണിച്ചത് അതിവിടെ എഴുതിയിട്ടുണ്ട്. എത്ര കിട്ടിയത്? 3516 എന്ന് കിട്ടി. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 0 ആയി. അപ്പോൾ നമ്മുടെ ഉത്തരം, അതായത് 87,616ൻ്റെ വർഗ്ഗമൂലം ഈ മുകളിൽ കിട്ടിയതാണ്. ഉത്തരം, ആൻസർ 296.